കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയ്ക്ക് തന്റേതായ മികച്ച സൃഷ്ടികൾ സമ്മാനിച്ച സംവിധായകനാണ് സച്ചി. സച്ചിയുടെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമകളെല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു. അനാർക്കലി, അയ്യപ്പനും കോശിയും എന്നീ 2 ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്ത അദ്ദേഹം അവയിലൂടെ തന്നെ മലയാളത്തിൽ മികച്ച സംവിധായകരിൽ ഒരാളായി മാറിയിരുന്നു. 2020 അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ വിലായത്ത് ബുദ്ധ എന്ന തന്റെ സിനിമ ബാക്കിയാക്കിയായിരുന്നു യാത്ര പറഞ്ഞത്. സച്ചിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സുരാജ് വെഞ്ഞാറമൂട്. മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടയിലാണ് താൻ സച്ചിയെ പരിചയപ്പെടുന്നതെന്നും അടുത്തിരുന്നാൽ ഒരുപാട് ഞെട്ടിക്കുന്ന കഥകൾ പറയുമെന്നും സുരാജ് പറയുന്നു. ഇനിയും കുറെ ആശയങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു സച്ചിയെന്നും സുരാജ് കൂട്ടിച്ചേർത്തു. മലയാള മനോരമ ദിനപത്രത്തോട് സംസാരിക്കുകയായിരുന്നു താരം. ഷാഫി സാറിന്റെ മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ നല്ല സൗഹൃദമായിരുന്നു. സിനിമയെക്കുറിച്ചും കഥകളെക്കുറിച്ചും ധാരാളം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടുകണക്കിനാണ് കഥ. അടുത്തു ചെന്നിരുന്നാൽ 10 മിനിറ്റിൽ ഞെട്ടിക്കുന്ന കഥകൾ പറയും. ഇനിയുമായിരുന്നു അദ്ദേഹം ഞെട്ടിക്കേണ്ടിയിരുന്നത്. ഈ കാണുന്നത് ഒന്നുമല്ലായിരുന്നു, ഗംഭീര ആശയങ്ങളുള്ള മനുഷ്യനായിരുന്നു സുരാജ് പറയുന്നു. എല്ലാം തുറന്നു പറയുന്ന ആളായിരുന്നു സച്ചി എന്നും അദ്ദേഹം ഒരു ബ്രില്യന്റ് റൈറ്റർ ആയിരുന്നെന്നും ബിജു മേനോനും കൂട്ടിച്ചേർത്തു. അവനായിരുന്നു മനുഷ്യൻ, ട്രൂ മാൻ. എല്ലാം തുറന്നു പറയും. ചിലപ്പോൾ ദേഷ്യം തോന്നും, ചൂടാകും, പക്ഷെ മനസ്സിലൊന്നും വയ്ക്കാതെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. സച്ചി പറയുന്ന കഥകൾ വേറെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും ഒരു ഈഗോയുടെ ചെറിയ ത്രെഡിൽ നിന്ന് കോർത്തിണക്കി കൊണ്ടുപോകുന്ന സിനിമകളാണ് രണ്ടും. അടുപ്പിച്ച് റിലീസായിട്ട് പോലും ആവർത്തന വിരസത തോന്നാതിരുന്നത് സച്ചിയുടെ എഴുത്തിന്റെ ബ്രില്യൻസ് ആണ്. സച്ചിയെ തീർച്ചയായും മിസ് ചെയ്യും.